ഹലോ ഗൈസ്, ഗുട്ടൻ മോർഗൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് ട്രിവാൻഡ്രത്ത് നിന്ന് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നു എന്നാണ്. എന്നാൽ ഇന്ന് തിരിച്ചു പോന്ന പോക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിരാവിലെ എനിക്ക് നൗഷാദിക്ക് എന്നെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കി തന്നു. കൊല്ലം ബസ്സിലാണ് ഞാൻ കയറിയത്. കാരണം നമ്മൾ ട്രിവാൻഡ്രത്തിന്റെ ഒരു മൂലയ്ക്കാണ്. ഈ മൂലയിൽ നിന്ന് ട്രിവാൻഡ്രത്തിലോട്ട് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും എറണാകുളം പോണേക്കാളും ഭേദം ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ അടുത്ത ജില്ലയായ കൊല്ലത്തേക്ക് പോയിട്ട് കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറുന്നതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നേരെ കൊല്ലത്തേക്കാണ് പോകുന്നത്. ഒരു 1.5-2 മണിക്കൂറത്തെ ജേണിക്ക് ശേഷം കൊല്ലത്തെത്തി. വീണ്ടും കഴിഞ്ഞ വർഷം ഫെബ്രുവരി 14 ഞാൻ കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഇപ്രാവശ്യം വീണ്ടും ഫെബ്രുവരിക്ക് മുമ്പ് തന്നെ ഞാൻ ദേ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ ട്രെയിനിൽ കയറിയപ്പോൾ തിരിച്ചു പോകുന്ന വഴി വളരെ മനോഹരം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വ്യൂ ആണ്. അങ്ങനെ കൊല്ലത്ത് നിന്ന് കിട്ടിയ ട്രെയിനും പിടിച്ച് പോകുന്നത് തൃശ്ശൂർക്കല്ല, എറണാകുളത്തേക്കാണ്. അവിടെ അലഞ്ചേട്ടൻ്റെ അടുത്ത് പോയി കുറച്ച് വീഡിയോയും ഷൂട്ട് ചെയ്തിട്ട് അന്ന് ഈവനിങ്ങിന് മുമ്പ് ഞാൻ പോവാന്നാണ് എൻ്റെ പ്ലാൻ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം ഈസ് റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് നല്ല രീതിക്ക് ഞാൻ എൻജോയബിൾ ആയിരുന്നു. കൊല്ലത്തുനിന്ന് എനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി. അത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ കയറേണ്ട പ്ലാറ്റ്ഫോം കറക്റ്റ് അല്ലേ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ആളുടെ പേര് ലിബു എന്നാണ്. അങ്ങനെ ആളെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് കൊല്ലത്തുനിന്ന് നേരെ എറണാകുളം എത്തുന്നത് വരെ ഞാൻ ട്രെയിനിലുണ്ടെങ്കിലും ആൾ ആലപ്പുഴ വരെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ആലപ്പുഴ വരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ബന്ധമില്ലാത്തതും പല ബന്ധമുള്ള ലോകത്തെ പല കാര്യങ്ങൾ ഞങ്ങൾ പല രീതിക്ക് സംസാരിച്ചു പോയി. അങ്ങനെ ഞാൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ നിന്ന് നേരെ മെട്രോ എടുത്ത് നേരെ പേട്ടയിലേക്ക് വന്നു. പേട്ടയിൽ നിന്ന് അലഞ്ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായി. നേരെ അലഞ്ചേട്ടൻ്റെ ഒപ്പം പോയി. കാലത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഉടുപ്പി ഹോട്ടലിൽ നിന്ന് മസാല ദോശയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് നേരെ അലഞ്ചേട്ടൻ്റെ ഷോറൂമിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു. 1-2 വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായി. കറൻ്റ്ലി ഞാനിപ്പോൾ അലഞ്ചേട്ടൻ്റെ പേജും ചുമ്മാ അങ്ങ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാനിപ്പോൾ. അങ്ങനെ അലഞ്ചേട്ടൻ ആളുടെ ഇലക്ട്രിക് സ്കൂട്ടിയിലാണ് വന്നത്. അത് കഴിഞ്ഞ് ഷോറൂമിൽ വന്നപ്പോൾ നിങ്ങൾ കുറച്ചിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലഞ്ചേട്ടനാണ് എൻ്റെ ഒരു സൈഡിലിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലിരിക്കുന്നത് അഖിലേട്ടൻ. അപ്പോൾ അഖിലേട്ടൻ ഇവിടുത്തെ കോൾസും കാര്യങ്ങളൊക്കെ വിളിക്കുക, മെസ്സേജ് അയക്കുക, അങ്ങനെ ഉള്ളൊരു ബിസി പരിപാടിയിലാണ്. അതുകൊണ്ടാണ് ആളിങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്യാമറ വെച്ചത് ആൾ പ്രത്യേകിച്ച് അറിഞ്ഞിട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്നു. എനിക്ക് കൊച്ചിക്ക് എപ്പോൾ വന്നാലും പകൽ ഫോട്ടോ കൊച്ചി പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇങ്ങോട്ട് കയറിയാലും ഞാൻ അങ്ങോട്ട് പോകാറില്ല. എന്നെങ്കിലും ഫോട്ടോ കൊച്ചിയിലേക്ക് പോകണമെന്നുണ്ട്. അതെന്തായാലും നമുക്ക് പോകാം. ഞാൻ നൈറ്റ് ഫോട്ടോ കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. അതല്ല ചേട്ടൻ എന്നെ കൊണ്ടുപോയതാണ്. പക്ഷേ പകൽ ഇതുവരെ പോയിട്ടില്ല. അതെന്തായാലും പോകണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ നേരെ ട്രെയിനിൽ കയറി പോന്നു. അല്ലെങ്കിൽ എനിക്ക് നല്ല നേരം വൈകും. ഒരു 8 മണിക്ക് മുമ്പ് പുതുക്കാട് എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു 7-8 മണിക്ക് മുമ്പ് പുതുക്കാട് എത്തിയില്ലെങ്കിൽ എനിക്കൊരു ബസ്സും കിട്ടില്ല. അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ ഞാൻ നേരെ അവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ചേട്ടനായിട്ട് കുറച്ച് സംസാരിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ ട്രെയിൻ കയറി പുതുക്കാട് വന്നു. അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് പുതുക്കാട് പള്ളിയിലത്തെ പെരുന്നാളാണ് ഗൈസ്. അങ്ങനെ പെരുന്നാളും കണ്ട് ഞാൻ അടിപൊളിയായിട്ട് ഇങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ ഒരുവിധം. പിന്നെ വേറൊരു കാര്യമുള്ളത്, അന്ന് അലഞ്ചേട്ടൻ്റെ അവിടെ ഞാനൊരു യൂട്യൂബ് വീഡിയോ റീക്രിയേറ്റ് ചെയ്തു. അവിടെ ഒരു ഇൻസ്റ്റഗ്രാം റീല് ഞാൻ റീക്രിയേറ്റ് ചെയ്തു. ആ റീക്രിയേറ്റ് ചെയ്ത റീല് വിത്തിൻ 2 വീക്സിനുള്ളിൽ തന്നെ അതൊരു 1 മില്യൺ പ്ലസ് ആൾക്കാർ കണ്ടു. അതായത് ഞാൻ പുതിയ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ജിൻസ് മീഡിയ. അതിലേകദേശം 10 ലക്ഷം ആൾക്കാരാണ് ആ ഒരു റീല് കണ്ടത്. സംഭവം ഒരു സിമ്പിൾ സാധനമാണ്.